ഡാഷ്ബോർഡിലെ വ്യത്യസ്ത ചാർട്ടുകളും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. കനക്ട് ബുക്കുകളിൽ വ്യത്യസ്ത റിപ്പോർട്ടുകൾ സൃഷ്ടിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യം അവതരിപ്പിക്കുന്ന സ്ക്രീൻ ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡ് ഒറ്റനോട്ടത്തിൽ ബിസിനസിന്റെ ഒരു അവലോകനം നൽകുന്നു. മൊത്തം തിരിച്ചടവുകൾ, മൊത്തം അടയ്ക്കേണ്ടവ, പണത്തിന്റെ ഒഴുക്കുയർന്ന ചെലവുകൾ, വരുമാനം, ചെലവ്, ചാർട്ടുകൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. മൊത്തം റിസീവബിൾസ് ഗ്രാഫ് ഉപഭോക്താക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാത്ത നിലവിലുള്ളതും കാലഹരണപ്പെട്ടതുമായ തുക കാണിക്കുന്നു. നീല നിറം നിലവിലെ തുകയും പിങ്ക് നിറം കാലഹരണപ്പെട്ട തുകയും കാണിക്കുന്നു. നീല അല്ലെങ്കിൽ പിങ്ക് നിറത്തിൽ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങളെ റിസീവബിൾസ് ഏജിംഗ് റിപ്പോർട്ടിലേക്ക് കൊണ്ടുപോകും. മൊത്തം പേയബിൾസ് ഗ്രാഫ് നിങ്ങളുടെ വിതരണക്കാർക്ക് നിങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ലാത്ത നിലവിലുള്ളതും കാലഹരണപ്പെട്ടതുമായ തുക കാണിക്കുന്നു. നീല നിറം നിലവിലെ തുകയും പിങ്ക് നിറം കാലഹരണപ്പെട്ട തുകയും കാണിക്കുന്നു. നീല അല്ലെങ്കിൽ പിങ്ക് നിറത്തിൽ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങളെ പേയബിൾസ് ഏജിംഗ് റിപ്പോർട്ടിലേക്ക് കൊണ്ടുപോകും. ഒരു പുതിയ ഇൻവോയ്സ് ഫോം അല്ലെങ്കിൽ ഒരു പുതിയ ഉപഭോക്തൃ പേയ്മെന്റ് ഫോം എന്നതിലേക്ക് നീങ്ങാൻ മൊത്തം റിസീവബിൾസ് ഗ്രാഫിന് അടുത്തുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഒരു പുതിയ ബിൽ ഫോം അല്ലെങ്കിൽ ഒരു പുതിയ വിതരണ പേയ്മെന്റ് ഫോം എന്നതിലേക്ക് നീങ്ങാൻ മൊത്തം അടയ്ക്കേണ്ട ഗ്രാഫ് എന്നതിനടുത്തുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിലേക്കും പുറത്തേക്കുമുള്ള പണത്തിന്റെ അളവ് ക്യാഷ് ഫ്ലോ ഗ്രാഫ് കാണിക്കുന്നു. സ്ഥിരസ്ഥിതിയായി ഗ്രാഫ് കഴിഞ്ഞ 12 മാസത്തെ ഡാറ്റ കാണിക്കുന്നു. ഏകീകൃത ഡാറ്റ പാനലിന്റെ വലതുവശത്താണ് നൽകിയിരിക്കുന്നത്. ഒരു പ്രത്യേക മാസത്തെ പണത്തിന്റെ ഒഴുക്ക് വിശദാംശങ്ങൾ കാണുന്നതിന് ഗ്രാഫ് പോയിന്റുകൾക്ക് മുകളിൽ മൗസ് ഐക്കൺ തിരിക്കുക. പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങളെ തിരഞ്ഞെടുത്ത മാസത്തെ ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിലേക്ക് കൊണ്ടുപോകും. ഒരു മാസത്തേക്ക് കൂടി റിപ്പോർട്ട് നോക്കാം. നിങ്ങൾക്ക് ഗ്രാഫിൽ വ്യത്യസ്ത മാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫിൽട്ടറുകൾ പ്രയോഗിക്കാം. ടോപ്പ് എക്സ്പെൻസസ് ചാർട്ട് ഒരു നിശ്ചിത കാലയളവിലെ ഏറ്റവും ഉയർന്ന ചെലവുകളുടെ വിശദാംശങ്ങളുള്ള ഒരു പൈ ചാർട്ട് പ്രദർശിപ്പിക്കുന്നു. ചെലവുകൾ കളർ കോഡ് ചെയ്തതും വിവരങ്ങൾ ഗ്രാഫിന് താഴെ നൽകിയിട്ടുള്ളതുമാണ്. റിപ്പോർട്ട് സ്ക്രീനിലേക്ക് നീങ്ങാൻ ചെലവിന് അനുയോജ്യമായ മേഖലയിൽ ക്ലിക്ക് ചെയ്യുക. ചുവടെ നൽകിയിരിക്കുന്ന ചെലവിന്റെ പേരുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പൈ ചാർട്ടിലെ ചെലവിന്റെ പ്രദർശനം ഓണാക്കാനോ ഓഫാക്കാനോ കഴിയും. ഇവിടെ ഞങ്ങൾ ഐടി ഇന്റർനെറ്റ് ചെലവുകൾ ഓഫ് ചെയ്തു. നിങ്ങൾക്ക് ചാർട്ടിൽ
വ്യത്യസ്ത പീരിയഡ് ഫിൽട്ടറുകൾ പ്രയോഗിക്കാം. വരുമാനത്തിന്റെയും ചെലവിന്റെയും ഗ്രാഫ് തിരഞ്ഞെടുത്ത കാലയളവിലെ മൊത്തം വിൽപ്പന രസീതുകൾ, ചെലവുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നു. വരുമാനം നീല നിറത്തിലും ചെലവ് പിങ്ക് നിറത്തിലുമാണ് പ്രദർശിപ്പിക്കുന്നത്. മുകളിലുള്ള ഐക്കണുകളിൽ ക്ലിക്കുചെയ്ത് നിങ്ങൾക്ക് വരുമാനത്തിനോ ചെലവിനോ വേണ്ടി ഗ്രാഫ് ഓണാക്കാനോ ഓഫാക്കാനോ കഴിയും. ബാറുകളിൽ ക്ലിക്കുചെയ്യുന്നത് നിങ്ങളെ പ്രത്യേക മാസത്തെ ലാഭവും നഷ്ടവും സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക് കൊണ്ടുപോകും. വ്യത്യസ്ത കാലയളവുകളിൽ ഗ്രാഫ് പ്രദർശിപ്പിക്കാൻ ഫിൽട്ടർ ഉപയോഗിക്കുക. റിപ്പോർട്ട്സ് സ്ക്രീനിലേക്ക് നീങ്ങാൻ ഡ്രോയറിൽ നിന്ന് റിപ്പോർട്ട്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഉപയോക്താക്കളെ അവരുടെ ബിസിനസ് നടത്താൻ സഹായിക്കുന്നതിന് കനക്ട് ബുക്സ് വിവിധ റിപ്പോർട്ടുകൾ നൽകുന്നു. ഉദാഹരണത്തിന് നമുക്ക് ജനറൽ ലെഡ്ജർ റിപ്പോർട്ട് തിരഞ്ഞെടുക്കാം. ഇത് ഈ മാസത്തെ ജനറൽ ലെഡ്ജർ എൻട്രി റിപ്പോർട്ട് സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ മുൻഗണനകൾക്കനുസരിച്ച് റിപ്പോർട്ട് ക്രമീകരിക്കാൻ ഗിയർ ഐക്കണിൽ ക്ലിക്കുചെയ്യുക. മറ്റൊരു കാലയളവ് തിരഞ്ഞെടുത്ത് കോൺഫിഗറേഷൻ പ്രയോഗിക്കുന്നതിന് റൺ റിപ്പോർട്ട് ബട്ടൺ അമർത്തുക. ഈ വർഷത്തെ റിപ്പോർട്ട് സൃഷ്ടിക്കപ്പെട്ടതായി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂടുതൽ വഴക്കം ലഭിക്കാൻ ഇഷ്ടാനുസൃത ശ്രേണി ഓപ്ഷൻ ഉപയോഗിക്കുക. ഇനി നമുക്ക് മറ്റൊരു റിപ്പോർട്ട് പരീക്ഷിക്കാം. എല്ലാ റിപ്പോർട്ടുകളിലും കോൺഫിഗറേഷനിൽ ഒരേ വഴക്കം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടുകളുടെ തരങ്ങൾക്കനുസരിച്ച് കോൺഫിഗറേഷൻ ഓപ്ഷനുകൾ വ്യത്യാസപ്പെടുന്നു.